ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ വെൽക്കം ബാക്ക് ടു അനദർ ഒരു മൂവി റിവ്യൂ ആണ് സുഹൃത്തുക്കളെ. ഭരതനാട്യം 2, അതായത് മോഹിനിയാട്ടം മൂവി അങ്ങനെ ഇന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ എന്തായാലും കണ്ടിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഭരതനാട്യം എന്തായാലും എല്ലാവരും കണ്ടൊരു പടമാണ്, ഞാനും കണ്ടൊരു പടമാണ്. സോ അതിനുശേഷം ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ഇനി എവിടെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ ഇനി ഒരു അടുത്ത പരിപാടികളും കാര്യങ്ങളൊക്കെ എന്ന് അറിയാനായിട്ടുള്ള ഒരു ത്വര ഉണ്ടായിരുന്നു എനിക്ക്. സോ അപ്പോൾ ആ ഒരു ത്വര ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതുപോലെ മോഹിനിയാട്ടം വന്നതും. സോ എന്തായാലും നമ്മളത് കാണാൻ പോയിട്ടുണ്ട് സുഹൃത്തുക്കളെ. സോ പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത് കൃഷ്ണദാസ് മുരളിയും, പടം റൈറ്റ് ചെയ്തേക്കുന്നത് കൃഷ്ണദാസ് മുരളിയും വിഷ്ണു ആർ പ്രദീപ് എന്ന് പറയുന്ന ആളും കൂടെ ചേർന്നാണ്. സോ അപ്പോൾ കാസ്റ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ സൈജു കുറുപ്പും പിന്നെ അങ്ങനത്തെ ഉള്ള കുറേ ആൾക്കാർ, പഴയ ആൾക്കാരൊക്കെ തന്നെ ഉണ്ട്. കലാ രഞ്ജിനി, പിന്നെ അതുപോലെ തന്നെ നന്ദു പൊതുവാള്, പിന്നെ ശ്രുതി സുരേഷ്, ശ്രീജ രവി, അങ്ങനെ ലോട്ട്സ് ഓഫ് അധികം ക്യാരക്ടേഴ്സ് പഴയ ആ ഒരു ആൾക്കാരൊക്കെ തന്നെ ഉണ്ട്. പുതിയ ആൾക്കാരിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ സുരാജ് ഏട്ടനുണ്ട്, വിജയ് ബാബുവിനെ കാണിക്കുന്നുണ്ട്, ജഗദീഷ് ഏട്ടനുണ്ട്, പിന്നെ അതുപോലെ വിനയ് ഫോർട്ട് ഉണ്ട്, പിന്നെ അതുപോലെ സന്തോഷ് കെ നായർ, ബാലേന്ദ്ര മേനോന്, പിന്നെ ബേബി ജീൻ ഉണ്ട് ഇതിനകത്ത്. അങ്ങനെ കുറച്ചധികം പുതിയ ആൾക്കാരെയും കൂടെ ഒക്കെ അവർ വെച്ചോണ്ടാണ് ഈ ഒരു പടം വന്നേക്കുന്നത്. അപ്പോൾ പടത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ട് എന്തായാലും നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്, ഞാനും കണ്ടതാണ്. അച്ഛൻ്റെ ഒരു സെക്കൻഡ് ഫാമിലിയെ കുറിച്ച് അറിയുന്നതും, അത് കുറച്ച് നാൾ അവർ ഹൈഡ് ആൻഡ് സീക്കായിട്ട് കൊണ്ടു നടക്കുന്നതും, ദെൻ അത് കഴിഞ്ഞ് അവർ സമൂഹത്തിന് മുമ്പിൽ അവർ അക്സെപ്റ്റ് ചെയ്യുന്നതും, അതാണല്ലോ ഫസ്റ്റ് പാർട്ടിനകത്ത് കാണിക്കുന്നത്. സോ അപ്പോൾ മോഹിനിയാട്ടത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബേസിക് സ്റ്റോറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ പ്ലോട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സംസ്കാരവും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർ ശ്രീകണ്ഠപുരം എന്നൊരു നാട്ടിലോട്ട് ഇവർ കംപ്ലീറ്റ് ഫാമിലി ആയിട്ട് ഇങ്ങ് വരുവാണ്. അതായത് ഈ സെക്കൻഡ് ഫാമിലി താമസിക്കുന്ന സ്ഥലത്തോട്ട് വരുവാണ്. ഇവർക്കൊരു വീടും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് ഇവർ ഇങ്ങോട്ട് വരുവാണ്, ഇവരത് സെറ്റിലാക്കാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ ഉണ്ടാകുന്ന കുറച്ചധികം കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചു പോകുന്നത്. സോ അയൽവാസിയായിട്ട് വരുന്നത് ബേബി ജീനാണ്. ഫസ്റ്റ് പാർട്ട് പോലെ അല്ല സെക്കൻഡ് പാർട്ട്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ അച്ഛൻ്റെ ഒരു സെക്കൻഡ് ഫാമിലിയെ കുറിച്ച് അറിയുന്നു, ദെൻ അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെയാണല്ലോ. സോ ഇതിനകത്തേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ഡാർക്ക് ഹ്യൂമർ കോമഡി പരിപാടിയൊക്കെ ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പടം. ഞാൻ ആക്ച്വലി പ്രദീപ് രംഗനാഥൻ അഭിനയിക്കുന്ന പടം കാണാൻ പോകാനാണ് ഞാൻ ഇന്ന് ഇരുന്നത്. പിന്നെ രാവിലെ ആയപ്പം മൈൻഡ് സെറ്റ് നമ്മുടെ മലയാളത്തിൽ നിന്നൊരു പടം വരുന്നു, അത് നമുക്ക് അറിയാവുന്ന ഒരു പടത്തിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നു എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് സെറ്റ് കാരണം ഞാൻ ഈ പടത്തിന് പോയതാണ്. ഒരു പ്രതീക്ഷയില്ലാണ്ട് ഞാൻ പോയതാണ്. ബട്ട് വെർത്താണ്, നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള വെർത്ത് പടമാണ് ഇത് സാധനം ആക്ച്വലി. ഇതിനകത്ത് എനിക്ക് എടുത്തു പറയേണ്ടത് ബേബി ജീൻ്റെ പെർഫോമൻസിനെ കുറിച്ചാണ്. ഒരു രക്ഷയിലെ കിടുക്കനാണ്. ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് പുള്ളിയുടെ ആ ഒരു മാനറിസം, അതായത് മറ്റേ ആറ്റിറ്റ്യൂഡ് പരിപാടിയും മറ്റേ ബിലാലിക്കയുടെ കൂട്ടുള്ള ഗംഭീരമായിട്ടുള്ള ശബ്ദവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള അങ്ങനെ കുറച്ച് നൈസ് പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഹ്യൂമർ പരിപാടിയും കാര്യങ്ങളൊക്കെ ബേബി ജീൻ പിടിച്ചിട്ടുണ്ട്, നൈസാണ്. പക്ഷേ ഇതിനകത്ത് നല്ല കിടുക്കനായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, ഭയങ്കര രസമാണ്. എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് നിന്നത് സുരാജ് ഏട്ടൻ്റെ പെർഫോമൻസും ബേബി ജീൻ്റെ പെർഫോമൻസാണ്. ബാക്കി എല്ലാവരുടെയും നമുക്ക് അറിയാവുന്ന കുറേ സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഈ സൈജു കുറുപ്പും ഫാമിലിയും നമുക്കറിയാവുന്ന ആ ഒരു ടീമും കാര്യങ്ങളും അവരുടെ ആ ഒരു ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ അവർ അങ്ങനെ തന്നെ പിടിച്ചിട്ടുണ്ട്, ആ മീറ്റർ തന്നെ പിടിച്ചിട്ടുണ്ട്. പുതിയ ആൾക്കാരിലേക്ക് വന്നപ്പോഴത്തേക്ക് സുരാജ് ഏട്ടനും ബേബി ജീനും ആണ് അടിപ്പം സ്കോർ ചെയ്തേക്കുന്നത്, പ്രത്യേകിച്ച് ബേബി ജീനാണ്. പിന്നെ അതുപോലെ തന്നെ സമൂഹത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ നടന്നിട്ടുള്ളത് അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയായിട്ടുള്ളതും വാട്ടവർ ഓക്കെ. അപ്പം അങ്ങനെ ഒരു സ്കാം ഇതിനകത്ത് പറയുന്നുണ്ട്. ഇത് ആക്ച്വലി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്കാം ആണെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ, ബട്ട് എന്നാലും ഒരു സ്കാമാണ്. അതിൻ്റെ ഒരു ചെറിയ ഹിസ്റ്ററി പോലെ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ അത് ചുറ്റിപ്പറ്റിയാണ് ഇതിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളും പോകുന്നത്. മെയിൻ പ്ലോട്ട് അതാണെന്ന് ചോദിച്ചാൽ മെയിൻ പ്ലോട്ട് അതല്ല, ബട്ട് എന്നാൽ പോലും അതും ഒരു പാർട്ട് ഓഫ് ദ സ്റ്റോറിയാണ്. സംഭവം രസമാണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് അവർ കൊണ്ടുപോയത്. ഹ്യൂമറും പരിപാടിയും കാര്യങ്ങളും ഒക്കെ നൈസായിട്ട് വർക്കായിട്ടുണ്ട്. എല്ലാവരും പെർഫോമൻസും നൈസാണ്. വിനയ് ഫോർട്ടിന് ആക്ച്വലി ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കേ ഉള്ളൂ, പുള്ളി ഒരു പോലീസുകാരനായിട്ടാണ്. ലാസ്റ്റൊക്കെ ആകുമ്പോഴാണ് കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. ട്രെയിലർ കണ്ടപ്പം എനിക്ക് സുരാജേട്ടൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു, പുള്ളി ഇങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഇതാണ് പുള്ളിയുടെ ഒരു ക്യാരക്ടർ എന്നുള്ളത്. പക്ഷേ ഞാൻ ചിന്തിച്ചതിൻ്റെ ഓപ്പോസിറ്റ് സാധനമാണ് എനിക്ക് പടത്തിൽ നിന്ന് കിട്ടിയത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഉദ്ദേശിച്ച ആ ഒരു സ്ഥാനത്തേക്ക് ഒന്നിലധികം കുറച്ച് ക്യാരക്ടേഴ്സ് വന്നിട്ടും ഉണ്ടായിരുന്നു. അതിൽ ഒരു ക്യാരക്ടർ അല്ലേ ഞാൻ പറയുന്നില്ല, നിങ്ങളെന്തെങ്കിലും കണ്ടു നോക്കുക. നൈസ് പടമാണ്, നമുക്ക് ചിരിക്കാനുള്ളതും അല്ലെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാനുള്ളതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ പടത്തിനകത്തുണ്ട്. സോ അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും പോയി കാണുക ഭരതനാട്യം 2 എന്ന് പറയുന്ന മോഹിനിയാട്ടം മൂവി. ഇവർക്ക് ഇനിയും വേണമെങ്കിൽ ഇതിൻ്റെ സീക്വൽസ് ഇറക്കാവുന്നതേ ഉള്ളൂ. ഈ സൈജു കുറുപ്പിനും ഫാമിലിയൊക്കെ ഇൻവോൾവ് ആക്കിക്കൊണ്ടും ബേബി ജീൻ്റെ ക്യാരക്ടറിനെ ഒക്കെ അവർ കൊണ്ടുവന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് ശേഷം ഇവർക്ക് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ ഇതിന് ശേഷം എന്താണ് പോകുന്നത് എന്നുള്ളതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരു സ്റ്റോറീസൊക്കെ ഉണ്ടാക്കി ഇവർക്ക് വീണ്ടും പടം ഇറക്കാവുന്നതേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഫാമിലിയാണല്ലോ, അപ്പോൾ അവർക്ക് ഇടയിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാമല്ലോ. അപ്പം
ഇവരുടെ ലൈഫ് എങ്ങനെയൊക്കെ പോകുന്നുള്ളത് വേണമെങ്കിൽ ഇവർക്ക് ഇനി കാണിച്ച് പോകാവുന്നതൊക്കെ ഉള്ളു. അപ്പോൾ എനിവേ എന്തായാലും എനിക്ക് പടം ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. സോ എന്തായാലും എല്ലാവരും പോയി കാണുക ഭരതനാട്യം 2 എന്ന് പറയുന്ന മോഹിനിയാട്ടം മൂവി. സോ യെസ് ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.